നാട്ടിലെ വിഷു ആഘോഷങ്ങളുടെ അത്രയും ഇവിടെ വരില്ലെങ്കിലും കഴിയുന്നത്രയും സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഓരോ വർഷവും. മുന്നേയൊക്കെ അച്ഛനമ്മയുടെ കൂടെ ആകുമ്പോൾ നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ച് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കണി ഒരുക്കുന്നതും കണി കാണിക്കലും സദ്യ തയ്യാറെടുപ്പും അങ്ങനെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. ഈ കാണുന്നത് രാവിലെ കണി കണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഒരുക്കങ്ങളാണ്. സദ്യ എല്ലാ വർഷവും നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കാറ്. നല്ല സദ്യ കഴിക്കാനായിട്ട് നമ്മൾ എല്ലാ വർഷവും കിങ് ഷെഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് പ്രിഫർ ചെയ്യാറ്. ഈ കേരള സാരിയിൽ ഒരുങ്ങി പുറത്തിറങ്ങുന്നത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് വിഷു ഓണം ദിവസങ്ങൾ ഒട്ടും കുറക്കാറില്ല. അതിൻ്റെ പ്രഹസനങ്ങളൊക്കെയാണ് ഈ കാണുന്നതും. ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഒരു റീസൺ ആണെങ്കിലും നമ്മുടെ കേരള ഔട്ട്ഫിറ്റ്സിൽ ആളുകളെ കാണുന്നത് ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ്. ഇതാണ് നമ്മളൊരുക്കിയ ചെറിയ വിഷുക്കണി. അങ്ങനെ നല്ല അടിപൊളി സദ്യ കഴിച്ച് വീണ്ടും തിരിച്ച് റൂമിലേക്ക്. ഞാനിപ്രാവശ്യം വിഷുവിന് സാരി ഉടുക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു ജുംക്ക വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കസ്റ്റമൈസ്ഡ് വർക്ക്സ് വന്നുകൊണ്ട് പകുതി മാത്രം ചെയ്തിട്ട് അവിടെ പെൻഡിങ് ആക്കി വെക്കേണ്ടി വന്നു. ഈ കാണുന്ന ഒരു ജുംക്ക ചെയ്തു, പക്ഷെ മറ്റത് ഇത്രയും വെച്ച് നിർത്തേണ്ടി വന്നു. ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് വേറൊരു ദിവസം വീഡിയോ ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ വർക്ക് ചെയ്താലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനിയത്തിയുടെ ഹസ്ബൻഡും വന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരമായി. ഇനിയിപ്പോൾ ഒരു ചായ കൂടി ആവാമെന്ന് വിചാരിച്ച് അടുത്തുള്ള സ്വീറ്റ് ബാസ്ക്കറ്റിൽ പോയി നല്ല കടുപ്പത്തിലൊരു ചായയും കുറച്ച് സ്നാക്സും പറഞ്ഞു. അപ്പോൾ വിഷു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം.